പാമ്പ് കടിയേറ്റ് മരിച്ച കുഞ്ഞിന്റെ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തിയിരിക്കുന്നു. ആൽജോയുടെ മൃതദേഹം കൊണ്ടുവന്ന സമയത്താണ് പാമ്പിൻ കുഞ്ഞിനെ കണ്ടത്. പാമ്പിൻ കുഞ്ഞിനെ നാട്ടുകാർ തല്ലിക്കൊന്നു. ജേസൺ ചാവളപ്പിലുണ്ട് വിവരങ്ങളുമായി. ജേസന് ഏറ്റവും ദാരുണമായ ഒരു മരണമാണ് ഇന്നലെ സംഭവിച്ചത്. വീടിനകത്തേക്ക് ഇന്നലെയും പാമ്പിൻ കുഞ്ഞ് തന്നെയാണ് കുട്ടിയെ കടിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അടുത്ത പാമ്പിനെയും ഈ പ്രദേശത്ത് ഒരു വലിയ പരിശോധന നടത്തേണ്ടി വരുമെന്ന് തോന്നുന്നു അല്ലേ? എപ്പോഴാണ് പാമ്പ് എത്തിയത്? മൃതദേഹം വീട്ടിലെത്തിച്ച് ഈ സമയത്താണ് ആ വീട്ടിനകത്ത് വീണ്ടും പാമ്പിനെ കണ്ടെത്തുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. വീടിന് സമീപത്ത് പാമ്പിനെ കണ്ടെത്തുന്ന സ്ഥിതിയുണ്ടായിരുന്നു. നേരത്തെ കുട്ടിയെ കടിച്ച ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പ് തന്നെയാണ്. പ്രധാനമായ ഒരു വനപ്രദേശത്തോട് ചേർന്നാണ് വീട്. ചുറ്റും കൃഷിയിടങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ വനപ്രദേശമാണ്. അതുകൊണ്ട് വലിയ തോതിൽ പാമ്പുകൾ കയറി വരുന്ന സ്ഥിതിയുണ്ട്. മാത്രമല്ല വലിയ രീതിയിൽ ചൂടുള്ളത് കൊണ്ട് തന്നെ മാളങ്ങളിൽ നിന്നൊക്കെ പുറത്ത് കിടക്കുന്ന സ്ഥിതി, വെള്ളം തണവ് തേടി പോകുന്ന സ്ഥിതിയുണ്ട്. അങ്ങനെ വന്നതാകാം കഴിഞ്ഞ ദിവസവും പാമ്പ് എന്നാണ് അതേ ഇനത്തിൽപ്പെട്ട ഏകദേശം അതേ വലിപ്പമുള്ള പാമ്പിനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിനർത്ഥം ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള പാമ്പുകളുടെ എണ്ണം ഇനിയും ഉണ്ടാകാം എന്ന് തന്നെയാണ്. ഈ പാമ്പിനെ കണ്ട അപ്പോൾ തന്നെ നാട്ടുകാർ അവിടെ എത്തി കൂടിയിരുന്നവരെല്ലാം തന്നെ തല്ലിക്കൊന്നു. ഉടനെ തന്നെ പോലീസിന് വിവരമറിയിച്ചതിന് വിശദമായ പരിശോധന ഈ സമീപപ്രദേശങ്ങളിലെല്ലാം തന്നെ നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. സ്മൃതി, ഇന്നലെ കടുത്ത ചൂടിനെ തുടർന്നാണല്ലോ ഈ ജനൽ തുറന്നിട്ട് കുട്ടികൾ അവിടെ കിടന്നിരുന്നത്. ജനൽ വഴിയാണ് പാമ്പ് അകത്തെത്തുകയും ചെയ്തിരുന്നത്. സ്മൃതി, കടുത്ത ചൂടാണ്. അതുകൊണ്ട് തന്നെ ഹാളിലാണ് കുട്ടികൾ കിടന്നിരുന്നത്. ആ ഹാളിൽ കിടന്നുറങ്ങി ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ അമ്മയും രണ്ട് കുട്ടികളെയും മുറിയിലേക്ക് മാറിക്കിടക്കുകയായിരുന്നു. ഇവർ കട്ടിൽ കിടക്കുകയായിരുന്നു. ഇതിനിടയിൽ ശേഷമാണ് 2 മണിയോടുകൂടി രാത്രി 2 മണിയോടുകൂടി കുട്ടികൾക്ക് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് എണീക്കുകയും ഭക്ഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്ന് കരുതി ചൂടുവെള്ളം നൽകി അതിനുശേഷം വീണ്ടും കിടക്കുകയായിരുന്നു. പിന്നീടാണ് പുലർച്ചെ 5:30 വായിൽ നിന്ന് നുരയും പതയും വരുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ആശുപത്രിയിലെത്തുകയും അൽജോ മരിക്കുകയും ചെയ്തത്. ഇപ്പോൾ അൽജോയുടെ സഹോദരൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു സർജറി പൂർത്തിയായിരുന്നു. ഇപ്പോൾ ICUയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിരീക്ഷണത്തിൽ തന്നെയാണ്. ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നത്. ഏതായാലും അതിദാരുണമായ സംഭവമായി പോയി ഇന്നലെ നടന്നത്. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് ഒരുപക്ഷെ ഈ പരിസരത്ത് ഇത്തരം വലിപ്പമുള്ള പാമ്പുകൾ വ്യാപകമായിട്ടുണ്ട് എന്നതിന് തെളിവാണ് ഇവിടെ പാമ്പിനെ വീണ്ടും കാണുന്നതെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സ്മൃതി, ശരി. ഇന്നലെ പാമ്പ് കുത്തി മരണം സംഭവിച്ച കുഞ്ഞിന്റെ വീട്ടിൽ, ആൻജോയുടെ വീട്ടിൽ വീണ്ടും വിഷപ്പാമ്പുകൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്.